വിക്കിൽ ഒരു എയർപോർട്ടുണ്ട്, ഒരു ചെറിയ എയർപോർട്ടുണ്ട്. വിക്ക് ജോൺ ഓഫ് ഗ്രോഡ്സ് എയർപോർട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷൻ്റെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ്സേ ഉള്ളായിരുന്നു എയർപോർട്ടിലേക്ക് വരാനായിട്ട്. ഞാൻ ജസ്റ്റ് എയർപോർട്ടും കൂടി ഒന്ന് വന്ന് കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. വളരെ വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമെന്ന് പറയാം. ചെറിയൊരു എയർപോർട്ടാണ്. അപ്പം ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ജോൺ ഓഫ് ഗ്രോഡ്സ് ഒക്കെ വരാൻ വേണ്ടി വളരെ എളുപ്പത്തിന് ഇവിടെ ഒരു ചെറിയ എയർപോർട്ട് കൊണ്ടുവരണം. അപ്പം എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ എയർപോർട്ടും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എയർപോർട്ട് ജസ്റ്റ് ഒന്ന് കാണാം. എയർപോർട്ടിൻ്റെ ബാക്കി വിശേഷങ്ങളാണ്. അപ്പോൾ ഇതാണ് എയർപോർട്ടിൻ്റെ എൻട്രൻസ്. സ്കോട്ട്ലൻഡിൽ നിങ്ങൾ എവിടെ വന്നാലും ഒരു വിസ്കി ഡിസ്റ്റിലറിയുടെ പരസ്യം കാണും. പ്രത്യേകിച്ച് എയർപോർട്ട് മുഴുവൻ ഇതിൻ്റെ പരസ്യമായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ കുടിൽ വ്യവസായം എന്ന് പറയത്തില്ലേ, അതുപോലെയാണ് ഇവിടുത്തെ ഡിസ്റ്റിലറീസ്. ഓൾഡ് പോൾട്ട്നി എന്നറിയപ്പെടുന്ന ഈ ഡിസ്റ്റിലറി നോർത്ത് കോസ്റ്റിലെ വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു ഫേമസ് ഡിസ്റ്റിലറി തന്നെയാണ്. ഇതാണ് എയർപോർട്ടിൻ്റെ ATC സെൻറ്റർ. അപ്പോൾ എല്ലാം വളരെ അടുത്ത് നിന്ന് കാണാൻ പറ്റും. ചെറിയൊരു എയർപോർട്ട് ആയതുകൊണ്ട് നമുക്ക് ശരിക്കും ഒരു കടയിൽ പോയ ഒരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ തോന്നിയത്. എയർപോർട്ടിനുള്ളിൽ പോകാനും വീഡിയോസൊക്കെ എടുക്കാനും നമുക്ക് പെർമിഷൻ ഉണ്ട്. സ്റ്റാഫിനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, അവർ നിങ്ങളെ കയറ്റി വിടും. ഒരു കുഴപ്പമില്ല. സർപ്രൈസ് എന്ന് പറയട്ടെ, ലോകത്തിൽ ഒരു പാസഞ്ചർ പോലും ഇല്ലാതെ എയർപോർട്ടുകൾ കാണാൻ പറ്റുന്നത് വളരെ റെയർ ആയിരിക്കും. എന്നാൽ അത് കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നാൽ മതി. ഒരൊറ്റ ആൾ പോലും ഇതിൻ്റെ അകത്തില്ല. ഒരു 4-5 സ്റ്റാഫ് മെമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്. നമുക്കിവിടെ നമ്മുടെ ചെയറും സോഫയും ഒക്കെ വെറുതെ കിടക്കുകയാണ്. ഒരാൾ പോലും ഇല്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സംഭവമാണല്ലേ. യാത്രയ്ക്ക് പോകാനൊക്കെ ഭയങ്കര ത്രില്ലായിരിക്കും. പക്ഷേ എയർപോർട്ട് എത്തിക്കഴിഞ്ഞാൽ ആകെപ്പാടെ ഒരു തൊല്ലയാണ് ശരിക്കും പറഞ്ഞാൽ. പ്രത്യേകിച്ചും വലിയ എയർപോർട്ടുകളിലൊക്കെ പോയി കഴിയുമ്പോൾ സെക്യൂരിറ്റി ചെക്കും BSF ജവാന്മാർ തോക്കും കൊണ്ട് നിൽക്കുന്നു. അതൊക്കെ എയർപോർട്ട് സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. എന്നാലും ചില സമയത്ത് നമുക്ക് ഒരുപാട് ഡിലേ ഉണ്ടാകാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ ഡിലേ ഒന്നും വേണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. അപ്പം ഇവിടെ ഒരു ചെറിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പോലെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ബ്ലെൻഡഡ് സ്കോച്ച് കിട്ടും. പിന്നെ കുറേ നല്ല ഡിസൈൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവരുടെ റൺവേ. അത്യാവശ്യം നല്ല സ്ഥലം ഇതിൻ്റെ ബാക്കിലുണ്ട്. NC500 വിക്ക് എന്ന് പറയുന്ന ഈ സ്ഥലം ഒരു കോസ്റ്റൽ റീജിയനാണ്. അപ്പം വളരെ വ്യത്യസ്തമായ ഒരു കൾച്ചറും ട്രഡീഷനും ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് സ്കാൻഡിനേവിയൻസും വൈക്കിങ്സും ഒക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാ വ്യത്യസ്തമായ ഒരു ട്രഡീഷനും കൾച്ചറും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ തന്ന ഒരു സ്പ്രിംഗ് ഹോളിഡേ ആയിരുന്നു ഈ പ്രാവശ്യത്തേത്. ബാക്കി വീഡിയോസൊക്കെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഡെയിലി ഒരു ഫ്ലൈറ്റേ ഉള്ളൂ, ഈസ്റ്റേൺ എയർവേസിൻ്റെ ഒരു ഫ്ലൈറ്റ്. അത് സ്കോട്ട്ലൻഡിലെ വേറൊരു ഫേമസ് കൗണ്ടിയായ നിങ്ങൾക്കെല്ലാം അറിയാം അബഡിൻഷെയറിലേക്ക് മാത്രം ഒരു ഫ്ലൈറ്റ്, ഡെയിലി ഒരു ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. അതാണ് ഈ എയർപോർട്ടിൻ്റെ സർവീസ്.